നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും വാട്സപ്പ് മെസ്സേജുകളും കത്തുകളും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കൂ, ഒരു എമർജൻസി കാര്യത്തിനാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ. മനസ്സിലായി. എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു സാർ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് പറഞ്ഞാട്ടെ. മകളെയാണ്. എന്തോ? മകളെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 10/10/1986. സമയം രാവിലെ 4:42. 4:42 രാവിലെ. അതെ. പൂരാട നക്ഷത്രം. വെള്ളിയാഴ്ച ദിവസം, കന്നി 24-ാം തീയതി. ശരിക്കും നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളായിരുന്നു കേട്ടോ. സ്ഥിര വരുമാനമുള്ള ജോലി. ഇപ്പൊ ഏജ് കഴിഞ്ഞോ? ഞാൻ പറഞ്ഞ അതിനൊന്ന് സിൻസിയറായിട്ട് എഴുതാൻ പറ. കാരണം അയാൾക്ക് അതായിരിക്കും ഏറ്റവും കൂടുതൽ മാനസികമായ സമ്മർദ്ദം ഉള്ളത്. കാരണം പുള്ളിക്കാരത്തിയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആകുക, സ്വന്തം കാലിൽ നിൽക്കുക, ഒരു സ്ഥിരമായുള്ളൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് തോന്നുന്നു. പക്ഷെ പലപ്പോഴും ആള് കയ്യിൽ വരെ വന്നിട്ട് അതിങ്ങനെ മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അത് കുറച്ച് മാറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വലിയ ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസം കൈവിടാതെ പരിശ്രമിക്കാൻ വേണ്ടി കുട്ടീൻ്റെ അടുത്ത് പറയണം. നല്ല ജോലി കിട്ടും, വിഷമിക്കൊന്നും വേണ്ട. കാളസർപ്പ യോഗമാണോ ദോഷമാണോ പറഞ്ഞത്? യോഗമാണെങ്കിൽ നല്ലതല്ലേ. ദോഷം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ പലരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൊന്നും ഈ കാളസർപ്പം എന്നൊരു കാര്യം ജ്യോതിഷത്തിൽ പറയുന്നില്ല. താളിയോല ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു പദ്യമുണ്ട്, സർപ്പാദി സപ്തഗ്രഹ ഇതി സപ്തകേട തസ്മിൻ ദോഷേ ഭവൈത്കർണ രോഗി എന്നൊക്കെ പറഞ്ഞ് ഒരു പദ്യമുണ്ട്. രാഹുവിൻ്റെ കേതുവിൻ്റെ ഇടയ്ക്ക് എല്ലാ ഗ്രഹങ്ങളും വരുന്നതാണത്. അതില് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ, അതായത് സച്ചിൻ ടെണ്ടുൽക്കർ, ജവഹർലാൽ നെഹ്റു, ഓഷോ, പഴയ ഇന്ത്യൻ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ അടക്കമുള്ള വലിയ പ്രമുഖരായ പല ആളുകളുടെയും ജാതകം അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദോഷമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പണ്ട് ജ്യോതിഷികൾ ഇങ്ങനൊരു കാര്യം പറയുമായിരുന്നില്ല. പിൽക്കാലത്ത് ആരോ പറഞ്ഞ് ഇപ്പം എല്ലാവരും ഇത് പറയാറുണ്ട്. അതൊരു വലിയ ദോഷമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞ പോയത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം പേരും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഭയപ്പെടും. എൻ്റെ പേര് കേൾക്കുമ്പോൾ കാളസർപ്പം എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ വലിയ സംഭവമാണെന്ന് ചിന്തിക്കില്ലേ? അതുകൊണ്ട് അത്തരം ചിന്തകളൊന്നും വേണ്ട. തീർച്ചയായിട്ടും ആ കുട്ടീനെ സംബന്ധിച്ചൊരു ജോലി കിട്ടും. ജോലി കിട്ടേണ്ട ആളാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി ആത്മവിശ്വാസത്തോടു കൂടി പരിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നല്ലൊരു നിലയിൽ എത്തിച്ചേരും കേട്ടോ. വെച്ചേക്കട്ടെ. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുക, ഒരു കാര്യം അറിയാനാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ 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 നമസ്കാരം. നമസ്കാരം. ആരാ? ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. സാറേ. ഹലോ, സാറൊന്നുമല്ല, ഹരി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 22/9/1976. സമയം രാവിലെ. 3 മണി. വൈകിട്ട്. ഉച്ച കഴിഞ്ഞ്. ചേച്ചിയുടെ ആണോ? അതെ. പൂരം. ബുധനാഴ്ച ദിവസം, കന്നി 7-ാം തീയതി. കണ്ടകശിനെയാണല്ലോ ചേച്ചി. ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ചേച്ചിക്ക് നല്ല ടെൻഷനുമാണല്ലോ ചേച്ചി. നല്ല ടെൻഷനാണ്. എന്തിനാണ് ചേച്ചി ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? അത് ആരോഗ്യത്തെ ബാധിക്കത്തില്ലേ? രാഹുർദശാകാലമാണ് ഒന്ന്. 2 കണ്ടകശനിയാണ്. അത് ശ്രദ്ധിക്കേണ്ടത് വീഴാണ്ടൊക്കെ നോക്കിക്കോണം കേട്ടോ. ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം.
പിന്നെ പൈസയുടെ കാര്യത്തിലൊക്കെ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടും ചേച്ചി. ആ പൈസയുടെ ബുദ്ധിമുട്ടാ ഭയങ്കര. ശ്രദ്ധിച്ചോണം. ആ നമ്മളെ ആരും അത്യാവശ്യത്തിന് സഹായിക്കാൻ കാണത്തില്ല. ഇല്ല അതില്ല. അതാണ് പ്രശ്നം. അതെ. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും എല്ലാ ഇടപാടുകളും കരുതലോടുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കിക്കോണം. ആ ആ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഒരു മാനസികമായി കുറേയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകേണ്ടുന്ന ഒരു പീരീഡും കൂടാണ്. ആണ്. അപ്പോൾ ടെൻഷൻ അടിക്കാതെ അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് നല്ല ചിന്താഗതികളോടെ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ചേച്ചി ശ്രമിക്കണം. ആ ആ ചേച്ചിയെ കൊണ്ടത് പറ്റും. ഉം. മനസ്സിലായോ? ആ ആ അമ്പലത്തിലൊക്കെ പോവോ? അമ്പലത്തിലൊക്കെ പോകും. 2 കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഒന്ന്, അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാ. ആ അവിടെ പ്രാർത്ഥനയും വഴിപാടുകളും എള്ളുപായസവും ഒക്കെ നടത്തുന്നത് നല്ലതാ. ആ ആ അങ്ങനെ ഒന്ന് ചെയ്യുക. 2, നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാ. ആ ആ ഈ 2 കാര്യങ്ങൾ ചെയ്യണം. ആ അതോടൊപ്പം എന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്ന കാര്യങ്ങൾ പോലും കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ കുഴപ്പത്തിലൊക്കെ ആയി തീരാൻ സാധ്യതയുണ്ട്. ആ ഉണ്ട്. അതുകൊണ്ട് എന്ത് സംസാരിക്കുമ്പോഴും ചേച്ചി വളരെ കരുതൽ പുലർത്തി സംസാരിക്കാൻ വേണ്ടി കൂടെ നോക്കിക്കോണം. ആ ആ ചേച്ചി ഇത്തിരി നേരേവോ സ്വഭാവമുണ്ട്. ആ അതെ. അത് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ ഇപ്പോൾ വാക്കുകൾ കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് കരുതലോടെ സംസാരിക്കുക. ആ ആ പിന്നെ ടെൻഷനും അടിക്കാതിരിക്കുക. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. കുഞ്ഞു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷേ അത് മാറിക്കോളും. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഒപ്പം സംശയങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.